നീറ്റ് എക്സാം എഴുതി ഈ വർഷം തന്നെ നല്ലൊരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഇതുവരെ പ്രോപ്പറായിട്ട് നീറ്റിന് വേണ്ടി പഠിച്ചിട്ടില്ല. ഇതാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ കമൻറ്റ് ബോക്സിൽ യെസ് എന്ന് പറയാം. കാരണം നിങ്ങൾക്ക് വേണ്ടി എക്സാമിൻ്റെ ഒരു അടിപൊളി ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ ക്രാഷ് ബാച്ച് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ സ്കൂളിലെ പബ്ലിക് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു ക്രാഷ് ബാച്ച് എന്ന രീതിയിലല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി തന്നെ നിങ്ങളുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ പാടെ തന്നെ ഫസ്റ്റ് മുതൽ നീറ്റ് പഠിച്ചെടുക്കാൻ +1ലെയും +2ലെ സിലബസ് നിങ്ങൾ പഠിക്കാത്ത കാര്യങ്ങളെല്ലാം തന്നെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടും അതുവഴി പബ്ലിക് എക്സാം കഴിയുമ്പോൾ ജസ്റ്റ് നിങ്ങൾ കുറച്ചും കൂടി കാര്യങ്ങൾ മാത്രം പഠിച്ച് അവസാനത്തെ റിവിഷനും കൂടി ചെയ്ത് നീറ്റ് എക്സാം ആകുമ്പോൾ ആക്ച്വലി നീറ്റിന് വേണ്ടി റെഡി ആവുന്ന ഒരു രീതിയിൽ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രാഷ് ബാച്ച് ആണ്. എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നതായിരിക്കും. എങ്ങനെ ഉപയോഗിക്കണം, ആര് ഉപയോഗിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിലും കാണാം, അവിടെ താഴെ സ്ട്രിപ്പിലും കാണാം. അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഈ ബാച്ചിൽ നിങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും കിട്ടാൻ പോകുന്നത്? ഈ ബാച്ചിൽ മേജർലി നിങ്ങൾ 4 കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതല്ലാത്ത കുറേ മിനി ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ മേജർലി 4 കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുക. ഫസ്റ്റ് കാര്യം, ഓരോ ചാപ്റ്ററിൻ്റെയും നീറ്റിൻ്റെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ അറിയില്ല എന്ന് വിചാരിക്കാം, ആ ചാപ്റ്റർ പ്രോപ്പറായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് ഉണ്ടാവുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ഈ ക്ലാസ്സിൽ ഒരു 80-20 പ്രിൻസിപ്പിൾ ആയിരിക്കും ഉപയോഗിക്കുക. 80-20 പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ പരീക്ഷയിൽ 80% ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് നിങ്ങളുടെ സിലബസിലെ 20% ഭാഗത്തു നിന്നായിരിക്കും. അത് നീറ്റ് എക്സാം അല്ല, ലോകത്തെ എല്ലാ എക്സാമും നമ്മൾ നോക്കിയാലും നിങ്ങളുടെ പബ്ലിക് എക്സാം ഇൻക്ലൂഡിങ് 80% മാർക്സിന് വരാൻ പോകുന്ന വെറും 20% ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് മാത്രമായിരിക്കും. ബാക്കി ഒബ്വിയസ്ലി 80-20% വരാൻ പോകുന്നതാണ് നിങ്ങൾ ബാക്കി കഷ്ടപ്പെട്ട് പഠിക്കുന്ന 80%. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ ക്രാഷ് കോഴ്സിൽ ആ 20ലാണ്. 80% നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു 20% ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതിൽ നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്യും. അതിനർത്ഥം അത് മാത്രം പഠിക്കുന്നല്ല, അതിൽ നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മിനിമം ആ ഒരു ത്രെഷോൾഡ്, റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ട്, സീറ്റ് കിട്ടാൻ വേണ്ടി ത്രെഷോൾഡ് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലായിരിക്കും നമ്മുടെ എയിം. അപ്പോൾ ആ രീതിയിലുള്ള ക്ലാസ് ആയിരിക്കും. ഓബ്വിയസ്ലി നമുക്ക് എന്താണ് ടൈം കൺസ്ട്രെയിൻ ഉണ്ട്. ഒരു ചാപ്റ്റർ 10, 12, 14 മണിക്കൂർ ഇരുന്ന് പഠിക്കാനുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു ക്ലാസ്സുകൾ ഉണ്ടാവുക. ആ ക്ലാസ്സുകൾ കഴിഞ്ഞ പാടെ തന്നെ നീറ്റിൽ ഇതിന് മുൻപ് വന്ന ചോദ്യങ്ങൾ, അതല്ലാതെ വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് പുതിയ പാറ്റേൺ പ്രകാരം എന്തൊക്കെ ചാൻസ് വരാനുള്ള ചോദ്യങ്ങളുണ്ടോ അത് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ്ലി നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിനെയും കഴിഞ്ഞിട്ട് തരുന്നതായിരിക്കും. ഇതുകൂടാതെ ഓരോ മൊഡ്യൂൾ, അതായത് നിങ്ങളെ മൊഡ്യൂൾ വൈസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഓരോരോ ചാപ്റ്റർ വൈസ് നിങ്ങൾ പഠിക്കുമെങ്കിലും നിങ്ങൾ മൾട്ടിപ്പിൾ ചാപ്റ്റേഴ്സ് ചേർന്ന് ഒരു മൊഡ്യൂൾ ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുക. ആ മൊഡ്യൂൾ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ അതിൻ്റെ നീറ്റ് ലെവലുള്ള ആക്ച്വൽ ലെവലുള്ള എക്സാം നടത്തുന്നതായിരിക്കും. അതിൻ്റെ സ്കോർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മാത്രമല്ല ആ എക്സാം എടുക്കുന്നതിൻ്റെ ഒരു പ്രാക്ടീസ് നമുക്ക് വേണം. കാരണം പഠിക്കുക ഒരു കാര്യം, എക്സാം അറ്റൻഡ് ചെയ്യുക വിത്തിൻ ടൈം കൺസ്ട്രെയിൻ, MCQ ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കുക, ഏത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം, ഏത് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആക്ച്വലി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഫൈനലി നിങ്ങൾക്ക് എക്സാമിന് ഫ്രീ ആയിട്ട് നീറ്റ് ബുക്ക് കിട്ടുന്നതായിരിക്കും. ഫ്രീ ആയിട്ടുള്ള ബുക്കല്ല, ആക്ച്വൽ ബുക്ക് നിങ്ങൾക്ക് ബാച്ചിലൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഈ ബുക്കിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? ബുക്കിൽ ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാവുക. മെയിനായിട്ട് ഒന്ന് 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ സൊല്യൂഷൻസ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ചേർത്തിട്ടുള്ളൂ. കാരണം വെച്ചാൽ വളരെ പണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 3-4 വർഷം മുൻപ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ കുറേ ഡിലീറ്റഡ് സിലബസ് ഉണ്ടായിരുന്നു. ആ സിലബസ് നമുക്ക് ഇപ്പോൾ പഠിക്കാനില്ല. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ലേറ്റസ്റ്റ് 3 പേപ്പേഴ്സും അതുകൂടാതെ 3 മോക്ക് എക്സാം പേപ്പേഴ്സും, അതായത് പുതിയ മോഡൽ പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തൊക്കെ നോക്കുകയാണെങ്കിൽ എങ്ങനത്തെ ചോദ്യങ്ങളാണ് വരിക എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി വരാൻ ചാൻസ് ഉള്ള ഒരു 3 മോക്ക് എക്സാം പേപ്പേഴ്സ് ഉണ്ടാവും. അതിൻ്റെ ഒക്കെ സൊല്യൂഷൻ ഉണ്ടാവുന്നതായിരിക്കും. ഇതുകൂടാതെ നിങ്ങൾക്ക് OMR പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി, കാരണം പല കുട്ടികളും ഇതൊക്കെ ചെയ്തിട്ട് പോയിട്ട് പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോഴാണ് ആദ്യം ഈ OMR പൂരിപ്പിക്കുന്നതും അതിലെ ആൻസർ പൂരിപ്പിക്കുക മാത്രമല്ല അതിൽ ബാക്കി നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും റോൾ നമ്പറും കാര്യങ്ങളൊക്കെ പൂരിപ്പിക്കുന്ന ഭയങ്കര ഒരു പുതിയ കാര്യമായതുകൊണ്ട് അതിനൊരു ടെൻഷൻ ആയിരിക്കും കുട്ടികൾക്ക്. ഇത് കംപ്ലീറ്റ് സർക്കിൾ അടിക്കണോ? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വിത്ത് ഗൈഡൻസ് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. അതിൻ്റെ OMR ഷീറ്റും കൂടെ നമ്മുടെ ഈ ബുക്കിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ബുക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും 100% ഫ്രീ ആയിരിക്കും. പക്ഷേ ആദ്യം ജോയിൻ ചെയ്യുന്ന അവിടെ കാണുന്നുണ്ടാവില്ല, 500 കുട്ടികൾക്കായിരിക്കും ഈ ബുക്ക് ഫ്രീ ആയിരിക്കും. കാരണം എല്ലാവർക്കും അവസാനം വരെ ഫ്രീ കൊടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് ബാച്ചിൽ നടത്താൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത് PDF ബുക്ക് നിങ്ങൾക്ക് അയച്ചു തരില്ല. നിങ്ങൾക്ക് ആക്ച്വൽ ബുക്ക് നിങ്ങളുടെ വീട്ടിൽ എത്തുകയാണ് ചെയ്യുക വിത്ത് ഓൾ ദീസ് മെറ്റീരിയൽസ്. ക്ലിയർ ആണല്ലോ? ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർ കൊടുക്കേണ്ട ഫീസ് എത്രയാണ്? ബാച്ചിൽ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ട ഫീസ് 2000 രൂപയാണ് ഈ ബാച്ചിൻ്റെ ഫീസ്, ഇൻക്ലൂഡിങ് ബുക്ക്.
ഓക്കെ, കംപ്ലീറ്റ് സിലബസ് +1 +2 കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എക്സാമിന് മുൻപ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ബാച്ചിൽ വളരെ വൃത്തിയായിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റി ആയിരിക്കും എടുക്കാൻ പോകുന്നത്. വളരെയധികം ഓരോ സബ്ജക്റ്റും പഠിപ്പിക്കുന്ന ആൾക്കാർക്ക്, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്. അവർക്കറിയാം എന്താണ് വരാൻ പോകുന്നത്, എന്താണ് നിങ്ങൾ അവസാന നിമിഷം പഠിക്കേണ്ടത്, എന്താണ് റിവൈസ് ചെയ്യേണ്ടത്, എന്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, എന്താണ് പുതിയ പാറ്റേൺ പ്രകാരം ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, അത് ഏറ്റവും എഫക്റ്റീവായിട്ട് ഷോർട്ടായിട്ട് ട്രിക്കൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അത് കൃത്യമായിട്ട് പഠിപ്പിക്കും. കോൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ആ രീതിയിലായിരിക്കും നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്. ഇത്രയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്. ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് റൈറ്റ് ആഫ്റ്റർ ക്രിസ്മസ് എക്സാം. ക്രിസ്മസ് കഴിഞ്ഞ പാടെ ഡിസംബർ 26 തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം അങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ജാനുവരി ഫെബ്രുവരി ഒരു പകുതിയെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ മാർച്ചിൽ പബ്ലിക് എക്സാമും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് സമയം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ജാനുവരി ഫെബ്രുവരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക. വളരെ വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം പല കുട്ടികളും എന്താ ചെയ്യുക വെച്ചാൽ പബ്ലിക് എക്സാം കഴിഞ്ഞിട്ട് ഇതിന്റെ പരിപാടി തുടങ്ങും. പക്ഷെ നിങ്ങൾ ആരെങ്കിലും പബ്ലിക് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ +1 ഫുൾ സിലബസ്, +2 സിലബസ് നിങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കുക. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു പ്രശ്നം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, നേരത്തെ കുറച്ച് പഠിക്കുകയും ചെയ്യാം. ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. കാരണം കൂടുതൽ നമ്മൾ ആ സമയത്ത് പഠിക്കാൻ +2 തന്നെയാണ്. അപ്പോൾ പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല, മനസ്സിലല്ലേ? എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൂടുതൽ +1 വെയിറ്റേജ് കൊടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി സിലബസ് തീർക്കാൻ പറ്റും, റിവൈസ് ചെയ്യാൻ പറ്റും. കൂടുതൽ ഈ എക്സാമും നമ്മുടെ മെറ്റീരിയലിലെ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ആക്ച്വലി ഉപയോഗിക്കാനും പറ്റും, മനസ്സിലായി? ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റണ്ടേ, വെറുതെ തന്നാൽ പോരല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും റെക്കമെൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസംബർ 26 ജോയിൻ ചെയ്യുക. പിന്നെ നേരത്തെ ജോയിൻ ചെയ്യുന്നവർക്കായിരിക്കും ബുക്കും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുക എന്നുള്ളൊരു കാര്യം കൊണ്ടുണ്ട്. ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ താഴെ നമ്മുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ട് ഫോൺ കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. 26 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അതിനെപ്പറ്റി എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. ക്ലാസ്സസ് റെക്കോർഡ് ക്ലാസ്സസ് ആയിരിക്കും. കാരണം അല്ലാണ്ട് ലൈവ് എടുത്തുകൊണ്ടിരുന്നാൽ ഇത് തീരാൻ പോകുന്നില്ല. എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഭയങ്കര ടയറിങ് ആയിട്ടുള്ള കാര്യമായിരിക്കും. കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നിട്ട് ലൈവിൽ കാണുന്ന ഇറ്റ് ഇസ് ടയറിങ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒപ്റ്റിമൽ ആയിട്ട് രീതിയിൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ റെക്കോർഡ് ക്ലാസ് തന്നെയാണ് നല്ലത്. പക്ഷേ ഇറ്റ് ഈസ് ഷെഡ്യൂൾ, കൃത്യമായുള്ള ടൈം ടേബിൾ പ്രകാരം എക്സാംസ് ഒക്കെ കൃത്യമായിട്ട് മോഡ്യൂൾ പ്രകാരം നടക്കുന്ന രീതിയിലായിരിക്കും ഇത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എക്സാമിനറിൻ്റെ ബാച്ചിൽ ഏറ്റവും വേർത്തി ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. കറക്റ്റായിട്ടുള്ള കണ്ടന്റ്, ക്വാളിറ്റി കണ്ടന്റ് തരുന്നതായിരിക്കും. അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ വിത്ത് ബുക്ക് ആയിരിക്കും തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് വിഷ് ചെയ്യുന്നു. നമുക്ക് കൃത്യമായിട്ട് എങ്ങനെ ബാച്ച് ഉപയോഗിക്കണം, എങ്ങനെയായിരിക്കും ക്ലാസ് ഉണ്ടാവുക എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഓറിയന്റേഷൻ, അതായത് ഡിസംബർ 26 മുൻപ് ജോയിൻ ചെയ്ത കുട്ടികൾക്കൊക്കെ ഓറിയന്റേഷൻ ഉണ്ടാവുന്നതായിരിക്കും. അതിൽ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും എങ്ങനെ ഇത് ഉപയോഗിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.